ഈ വീഡിയോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ടും കേട്ടിരിക്കേണ്ടുന്ന ഒരു വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ദാറ്റ് ഈസ് കൺസംഷൻ ട്രാപ്പ്. ആരും ഇതിനെപ്പറ്റി അങ്ങനെ അധികം സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ലിമിറ്റ്ലെസ് ആയിട്ട് കോണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയത്താണ്. ഷോർട്ട് റീൽസ്, വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ്, മീമുകൾ, എന്റർടൈൻമെന്റ്, അങ്ങനെ കോണ്ടന്റ് എന്ന് പറയുന്നത് എൻലെസ് ആണ്. പ്രോബ്ലം എന്ന് പറയുന്നത് കോണ്ടന്റിനോടുള്ള നമ്മുടെ ആക്സസ് അല്ല, മറിച്ച് ഓവർ കൺസംഷൻ ആണ്. ഒരുപാട് ആളുകൾ അവേഴ്സ് ആൻഡ് അവേഴ്സ് കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, പക്ഷേ വളരെ കുറച്ച് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കൺസംഷൻ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എബിലിറ്റീസിനെ അഫക്റ്റ് ചെയ്യും. ക്രിയേറ്റിവിറ്റി, ഡീപ് തിങ്കിങ്, അറ്റൻഷൻ സ്പാൻ, ഡിസിപ്ലിൻ. ഓൾസോ ഇത് നമ്മുടെ പ്രോക്രാസ്റ്റിനേഷനെയും മെന്റൽ ലേസിനെസിനെയും ഒക്കെ ഫീഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരുപാട് കോണ്ടന്റ് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് അത് ആക്ച്വലി പ്രൊഡക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അത് ആക്ച്വലി പ്രൊഡക്റ്റീവ് അല്ല. നമ്മുടെ ബ്രെയിൻ ഇത്തരത്തിലുള്ള ചീപ്പ് ഡോപ്പാമൈൻ അഡിക്റ്റഡ് ആയി കഴിയുന്ന സമയത്ത് നമുക്ക് പുസ്തകം വായിക്കാനും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും ഇഫക്റ്റീവ്ലി ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പിന്നീട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനല്ല, നമുക്കത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ ഇന്റൻഷനലി കൺസ്യൂം ചെയ്യാൻ, നിങ്ങളുടെ ബ്രെയിനിന്റെ ക്രിയേറ്റിവിറ്റി അതുപോലെ ഡീപ് തിങ്കിങ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ലോങ് ഫോം ആയിട്ടുള്ള കോണ്ടന്റുകൾ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ്, അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. തുടക്കത്തിൽ പുസ്തകങ്ങൾ വായിക്കാൻ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ ബിൽഡ് ചെയ്യണം ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി തിങ്ക് ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റീനെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഫ്യൂച്ചറിൽ കൺസ്യൂം ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നതും ആളുകൾ റിവാർഡ് ചെയ്യുന്നതും കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും. അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ക്രിയേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും ഫ്യൂച്ചറിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പാസീവ്ലി കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതിന് പകരം ആക്റ്റീവ്ലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം.